14 സെന്റിമീറ്റർ. ഇതൊക്കെ നൽകിയവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലുമുണ്ടോ? ഹൃദയം 1 മിനിറ്റിൽ 70 തവണ മിടിക്കുന്നു. അപ്പോൾ ഒരു ദിനം 1,00,000 തവണ. ഇത് മാതാവിന്റെ ഗർഭപാത്രം മുതൽ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മിടിപ്പ് വഴി ശരീരത്തിലെ 75 ട്രില്യൺ കോശങ്ങളിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 60 വയസ്സുവരെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏകദേശം 10,000 ഓയിൽ ടാങ്കറുകളിൽ വഹിക്കപ്പെടുന്ന രക്തം വേണം. ആരാണിതിന്റെ ഉടമസ്ഥൻ? ആ രക്ഷിതാവിനോട് നമുക്ക് കടപ്പാടില്ലേ? പക്ഷേ അത് നാം നിർവഹിക്കുന്നുണ്ടോ? രക്തക്കുഴലുകൾ. ഒരു മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം 96,560 കിലോമീറ്റർ. ഭൂമിയുടെ ചുറ്റളവ് 40,075 കിലോമീറ്റർ. അഥവാ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് തന്നെ ഭൂമിയേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ട്. എങ്കിൽ 700 കോടി മനുഷ്യരുടെ രക്തസഞ്ചാരപാത ഒരുക്കിയവൻ എത്ര പരിശുദ്ധൻ! ശ്വാസകോശം. രക്തക്കുഴലുകളിൽ ഓക്സിജൻ എത്തിക്കലാണ് ധർമ്മം. കാഴ്ചയിൽ ഏതാനും സെന്റിമീറ്റർ മാത്രം. എന്നാൽ ശ്വാസകോശം തുറന്നാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ വ്യാപ്തിയുണ്ട്. ആരാണിത് ചിട്ടപ്പെടുത്തിയത്? ഒരു മുട്ടുസൂചി പോലും സ്വയംഭൂ അല്ലെങ്കിൽ ഇതെല്ലാം ആകസ്മികമാണോ? കിഡ്നി. രക്തക്കുഴലുകളിൽ മാലിന്യം എത്തുന്നത് തടയുന്നു. എല്ലാ ദിവസവും 180 ലിറ്റർ രക്തം അരിച്ചെടുക്കുന്നു. ആമാശയം. ദഹനപ്രക്രിയയാണ് ജോലി. ദഹനത്തെ സഹായിക്കാൻ അതിശക്ത സംഹാരശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ധാരാളം. ഈ ആസിഡുകൾക്ക് ഒരു ബ്ലേഡിനെപ്പോലും നശിപ്പിക്കാൻ കഴിയും. എന്നാൽ ആമാശയം ഇതിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. കാരണം ഓരോ 3 ദിവസത്തിലും ഒരു പ്രത്യേക പാട പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിക്ക് തന്നെ അയാളുടെ ആയുസ്സിൽ എത്ര പാടകൾ പണിയണം? കോടിക്കണക്കിന് മനുഷ്യർക്ക് ഓരോ ദിവസവും ഇത് ചെയ്തു കൊടുക്കുന്ന ആ സംരക്ഷകൻ പോരെ നമുക്ക്? ആ രക്ഷകൻ എത്ര പരിശുദ്ധനാണ്! DNA. ഏറ്റവും വലിയ വിവരശേഖരണി. മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങൾ. ഓരോ കോശത്തിലും ഒരു DNA. ഓരോ DNAയിലും 1000 വോള്യം പുസ്തകങ്ങൾ. ഓരോ പുസ്തകത്തിലും 1,00,000 പേജുകൾ. നഗ്നനേത്രഗോചരമല്ലാത്ത ഈ ചെറുപ്രതലം ഇത്ര വിശാലമാക്കുന്നവൻ ആരാണ്? അവനേക്കാൾ നമുക്കാവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ആരുണ്ട്? സുഹൃത്തേ, താങ്കൾ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ഓരോ നിമിഷവും കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ താങ്കളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കണം. ഇതിന്റെയെല്ലാം ഉടമസ്ഥനാരാണ്? ആ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ഏകനാണവൻ, പിതാവല്ല, പുത്രനല്ല. അവനു തുല്യനായി ആരുമില്ല. അറിവിനും കഴിവിനും പരിധിയുമില്ല. ഉറക്കവും മയക്കവുമില്ല. ജനനമില്ല, മരണമില്ല.